ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസത്തിന് കീഴിൽ 3 നോട്ടിഫിക്കേഷനായിട്ട് 3 പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഷഫർ ഗ്രേഡ് 2, ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റന്റ് ആൻഡ് കുക്കി എന്നീ 3 പോസ്റ്റിലേക്ക് 23ഓളം വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. നമുക്ക് യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഓൺലൈൻ വഴി കേരള PSCയുടെ 1 ടൈം പ്രൊഫൈൽ കയറിയിട്ട് കാറ്റഗറി നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ വഴി നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 26,500 മുതൽ 60,700 വരെയാണ് നമുക്ക് ഈ ഒരു സാലറി സ്കെയിലൊക്കെ വരുന്നത്. ജൂലൈ മാസം 15-ാം തീയതി മുതൽ ആഗസ്റ്റ് മാസം 16-ാം തീയതി വരെ നമുക്ക് ഓൺലൈൻ വഴി ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഷഫർ ഗ്രേഡ് 2 അതായത് ഡ്രൈവർ പോസ്റ്റിലേക്കാണ് നമുക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ വന്നിട്ടുള്ള സാലറി സ്കെയിൽ 26,500 മുതൽ 60,700 വരെയാണ്. 8 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. നമുക്ക് 3 വർഷത്തെ ഒരു ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 3 വർഷത്തെ എല്ലാ നിയമനവും ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും വരിക. അതുകൊണ്ട് വേക്കൻസികൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് കേരള PSCയുടെ 1 ടൈം പ്രൊഫൈൽ കയറിയിട്ട് കാറ്റഗറി നമ്പർ 131/2023 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. ഈ ഒരു പോസ്റ്റിന്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അതായത് 2/1/1987 1/1/2005 ഈ ഡേറ്റോ ഈ ഡേയിലോ ജനിച്ച കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. അതുപോലെ തന്നെ SC ST OBC PWD കാൻഡിഡേറ്റ്സ് എല്ലാവർക്കും അതിൻ്റെതായ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പാസ് ഇൻ SLC അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ കറണ്ട് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് സ്റ്റാൻഡിംഗ് ആൻഡ് ഡ്രൈവേഴ്സ് ബാഡ്ജും വേണം. അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഡ്രൈവിംഗ് ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾസിൻ്റെ ഒരു പ്രൊഫഷൻസി ടെസ്റ്റും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസും വേണം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 16/8/2023. അതുവരെ നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുവരെ കാത്തിരിക്കരുത്. സൈറ്റ് ഹാങ് ആവാനുള്ള നല്ല ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അടുത്ത പോസ്റ്റ് വരുന്നത് ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റന്റിലേക്ക് തന്നെയാണ്. 24,400 മുതൽ 55,200 വരെയാണ് സാലറി. 8 വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 132/2023 കാറ്റഗറി നമ്പർ വരുന്നത്. ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ്. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ SLC അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അടുത്ത പോസ്റ്റാണ് 133/2022 ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കീഴിൽ തന്നെ കുക്ക് എന്നൊരു പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. 24,400 മുതൽ 55,700 വരെയാണ്. 7 വേക്കൻസിയാണ് ഇപ്പം വന്നിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 133/2022 ആ ഒരു കാറ്റഗറി നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഇതൊക്കെ സെയിം തന്നെയാണ്. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ SLC പാസ്സാവണം ആൻഡ് ഇക്വലൻ്റ് ആയിട്ട് അതിൻ്റെ കൂടെ KGCFന്റെ ഫുഡ് പ്രൊഡക്ഷൻ ഉള്ള ആളുകൾക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഈ 3 പോസ്റ്റിന് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 16/8/2023. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത്തരം ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബി സേഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.